ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളിയാണ് നമ്മളിപ്പോൾ ഈ ചർച്ചാ വിഷയമാക്കിയിരിക്കുന്ന കാര്യം. എന്താണ് ഈ ശില്പത്തിന്റെ പ്രത്യേകത? ആരാണ് ദ്വാരപാലകർ? നോക്കാം. ക്ഷേത്ര ശ്രീകോവിലിന്റെ കവാടത്തിന് ഇരുവശവും സ്ഥാപിച്ച ശില്പങ്ങളാണ് ദ്വാരപാലകർ. കരിങ്കല്ലിൽ കൊത്തിയെടുത്ത ശില്പങ്ങളാണ് ശബരിമല സന്നിധാനത്തേത്. അയ്യപ്പന്റെ ശ്രീകോവിലിലെ 12 ദ്വാരപാലക ശില്പങ്ങളിൽ 2019 സ്വർണം പൂശി. ബംഗളൂരു സ്വദേശിയായ കൃഷ്ണൻ പോറ്റി എന്ന ഭക്തൻ സ്വർണം പൂശുന്ന പ്രവൃത്തിയുടെ സാമ്പത്തിക ചെലവുകൾ നിർവഹിച്ചു. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയ ആദ്യ പ്രവൃത്തി പൂർത്തിയാക്കി. ഇതേ സ്ഥാപനത്തിനാണ് ഇത്തവണ അറ്റകുറ്റപ്പണിയുടെയും ചുമതല. കാലമേറിയപ്പോൾ വിവിധ കാരണങ്ങളാൽ ദ്വാരപാലക ശില്പങ്ങൾക്ക് അറ്റകുറ്റപ്പണി വേണ്ടിവന്നു. ഭക്തർ നിരന്തരം സ്പർശിക്കുന്നത് മൂലമുള്ള തേയ്മാനമാണ് പ്രധാന കാരണം. കാണിക്കയായി എറിയുന്ന നാണയത്തൊട്ടുകളേറ്റ് സ്വർണ്ണപ്പാളികൾക്ക് സംഭവിച്ച തകരാറും മറ്റൊരു കാരണമായി. 12 സ്വർണ്ണപ്പാളികളുടെയും ഗോൾഡ് പ്ലേറ്റിംഗും ലക്കോർ പ്ലേറ്റിംഗും പൂർത്തിയാക്കി തിരിച്ചെത്തിക്കാൻ 2 ആഴ്ചയോളം സമയം വേണം. ശബരിമലയിലെ കന്നിമാസ പൂജ ആരംഭിക്കുന്നതിന് മുൻപ് സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി എത്തിക്കാനായിരുന്നു ദേവസ്വം ബോർഡിന്റെ ശ്രമം. എന്നാൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവോടെ അറ്റകുറ്റപ്പണി നിർത്തിവെച്ചു. ഇതോടെ സ്വർണ്ണപ്പാളികൾ പുതിയ കോട്ടിംഗ് ചെയ്ത് തിരികെ എത്തിക്കുന്നതിന് സാവകാശം വേണ്ടിവരും. ഇത്തവണ മാസപൂജ സമയത്ത് ശബരിമലയിലെത്തുന്ന ഭക്തർക്ക് സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ കാണാനായേക്കില്ല. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ. അതിലിനി കോടതി എന്ത് പറയും? ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസ് പണി പുനരാരംഭിച്ചോ? അതൊക്കെയാണ് ഇനി അറിയേണ്ട കാര്യങ്ങൾ.